കൂട്ടത്തിൽ ഒരാൾക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അതങ്ങോട്ട് സ്പ്രെഡായിട്ട് കിട്ടുമല്ലോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഏതാണ്ട് അതാണ് കേട്ടോ അവസ്ഥ. മണ്ണാർക്കാടുന്ന് കഷ്ടി ഒരു 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അട്ടപ്പാടി എത്തുമല്ലോ. അട്ടപ്പാടി എന്ന് പറയുന്നത് നമ്മൾ MESൽ പഠിച്ച ചിലർക്കെങ്കിലും ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് ആയിരിക്കും. സോ ഞങ്ങൾ ഇപ്രാവശ്യം അട്ടപ്പാടിയിൽ വന്നത് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാനും പിന്നെ കുറച്ച് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ്. രാത്രി ഒരു 8:30 9 o'clockനകത്താണ് ഞങ്ങൾ അട്ടപ്പാടിയിലെ ബീച്ച് വാലി റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തത്. ഒരു പുഴയുടെ തീരത്തായിട്ടാണ് ഈ റിസോർട്ട് പ്ലേസ് ചെയ്യുന്നത്. ഈ റിസോർട്ടിൻ്റെ നല്ല ഫ്രെയിംസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. രാത്രി മൊത്തം പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് കഥ പറയാനുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഒട്ടും മിസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. പിന്നെ അവിടെ ഒരു പാർട്ടി ഹാളിൽ പോയിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിക്കാമെന്ന് കരുതി. റൂമിലൊരു ലോക്കിൻ ഉണ്ടല്ലോ, ചെറിയൊരു കേടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് ഞാൻ കേടുവരുത്തി എവിടുന്നോ ഒരു ടൂൾ ബോക്സ് ഒപ്പിച്ചിട്ട് അതിരുന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുക. അതൊരു 2 മണിക്ക്. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരുവിധം തീരുമാനമായപ്പോൾ ബാക്കി നാളെയെന്ന് പറഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയി. ഞാനും ഫൈസലും ഉണ്ടല്ലോ, എപ്പോഴും ഒരു സ്റ്റേക്കൊക്കെ വരുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയം രാത്രിയായിരിക്കും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. സോ ഇപ്രാവശ്യം ഈ പുഴയുടെ തീരത്തുള്ളൊരു റിസോർട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഏതാണ്ട് ഉണ്ടായിരുന്ന ഒരു പിക്ചർ തന്നെയായിരുന്നു എനിക്ക് കാണാനും സാധിച്ചത്. ഫിഷിങ്ങിനെല്ലാം ഫുൾ സെറ്റപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ മീനെ കിട്ടും ചെയ്തു. അത് ഇവിടെ ഒരു ചേച്ചിക്ക് കൊടുത്തു. വെള്ളത്തിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കൊന്ന് കറങ്ങാനിറങ്ങി. ഞങ്ങൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഫൈസലിൻ്റെ പുറകെ ഇങ്ങനെ ഒരാൾ വാലാട്ടിക്കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഈ ഡോഗ്സ് ഇവൻ്റെ അടുത്ത് പെട്ടെന്ന് ഇണങ്ങുന്ന കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര അത്ഭുതമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നരസിംഹമലയിലേക്കാണ്. നല്ല കാറ്റുള്ളൊരു സ്ഥലമായിരുന്നേ. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ടുള്ള പ്ലാനാണ് എല്ലാ ഡിസംബറിലും നമ്മൾ മണാലിക്ക് പോവും. ഇപ്രാവശ്യം അത് പറഞ്ഞിട്ടാണ് അട്ടപ്പാടിയും തിരിച്ച് വീട്ടിലേക്ക് പോയത്. പോകൂലെന്ന് കണ്ടറിയാം.